ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു മോർണിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ഉച്ചയ്ക്കൊരു 4 മണി 5 മണിയായപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയത്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇടയ്ക്കൊരു സൗണ്ട് കേട്ട് എണീറ്റപ്പോൾ സമയം ഒരു 7-7:15 അടുപ്പിച്ചായി. ഞാനാണെങ്കിൽ ഒരു മൂടില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കാരണം എന്തു പറയും, ഒരു രാവിലെ മുതലേ ഒന്നിനൊരു മൂടില്ല, ചടഞ്ഞുകൂടി അങ്ങനെ ഇരിപ്പായിരുന്നു. പിന്നെ ഇനിയും കിടന്നുറങ്ങിയാൽ അമ്മേൻ്റെ നിന്ന് നല്ലതുപോലെ അടി കിട്ടും. അടിയല്ല, നല്ലതുപോലെ വഴക്കം കിട്ടും, അത്യാവശ്യം വേണമെങ്കിൽ ഒരു അടിയും കിട്ടും. അപ്പോൾ പോയി കുളിച്ചേക്കാന്ന് പറഞ്ഞ് എണീറ്റതാണ്. പോയി കുളിക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മൂടില്ലാത്തതുകൊണ്ട് ഇത് നാണ്ട കുത്തിയിരിക്കണം. മെയിൻ കാരണം ഇന്ന് എൻ്റെ കെട്ടിയവൻ വീട്ടിലില്ല കേട്ടോ. ആൾ തങ്ങുപണിക്ക് പോയി 2 ദിവസത്തേക്ക് പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ആൾ ഒരാഴ്ച 1.25 ആഴ്ച കഴിഞ്ഞേ വരും. അത് കേട്ടപ്പം മൂഡ് വീണ്ടും ഓഫായി. ഇനി അതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ മൈൻഡ് ഓക്കെ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ എനിക്ക് മൂഡ് ഓഫ് മാറുന്നില്ല. പിന്നെ എന്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സോപ്പ് ഫേസിൽ ഉപയോഗിക്കില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫേസ് വാഷ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫേസ് ഒന്ന് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കഴുകാൻ വിചാരിച്ചു. കാരണം അത്യാവശ്യം കരിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുഖത്ത്, രാവിലെ വരച്ച കരി. പിന്നെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ കരി അവിടെ എന്ത് തുടച്ച് മാറ്റാറില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മളെ ക്ലോത്ത് കൊണ്ട് എന്ത് ചെയ്യാണ് തുടച്ചെടുക്കുക. അതാകുമ്പോൾ കണ്ണിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കരിയുടെ ഇതൊന്നും പോവുകയില്ല. നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മളങ്ങനെ ചെയ്യുമ്പോഴേ. പിന്നെ തലയൊക്കെ ഒന്ന് തോർത്ത്, എൻ്റെ ഈ പൊട്ട് എപ്പോഴും കാണും കേട്ടത് നെറ്റിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊട്ട്. കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ഈ പൊട്ടെൻ്റെ തന്നെ കാണും. അത് പെട്ടെന്ന് പോവുകയില്ല. പോയ അവിടെ ഞാൻ പോയി എന്ത് ചെയ്യും, അയ്യോ പൊട്ട് പോയോ എന്ന് പറഞ്ഞ് വീണ്ടും വയ്ക്കുകയും ചെയ്യും. അങ്ങനെ തലയെല്ലാം തോർത്തിരുന്നപ്പോൾ കുഞ്ഞെണീറ്റു. അമ്മയും കുഞ്ഞും കൂടെ ഇരുന്ന് എന്ത് ചെയ്തു, സിനിമ കാണുന്നു. അവനാണെങ്കിൽ ഉറക്കപ്പായിന്ന് എണീറ്റിരിക്കണ കോലമാണ്. അമ്മ നല്ല രസത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം, ഒന്ന് ഫേസൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇതാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഒരു കമ്മൽ കാണില്ല. എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റഡാണ്, പക്ഷെ അതിനെ കാണില്ല. തപ്പി നോക്കിയിട്ട് ഒരിടത്തും കാണില്ല. ഒരുപാട് നേരം നോക്കി കണ്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു കമ്മലിടാമെന്ന് പറഞ്ഞ് കുറേ നേരമായിട്ട് തിരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല. പിന്നെ വിചാരിച്ച് നമ്മുടെ ഹാങ്ങിങ് ആയിട്ടിടൂലേ, തൂക്കിയിടുന്ന കമ്മൽ, അതങ്ങിടാമെന്ന് പറഞ്ഞ് അതങ്ങ് എടുത്തിട്ടു. പിന്നെ എന്ത് ചെയ്തു, ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം ലിപ് ബാം, ഞാൻ എന്നും കുളിച്ചിട്ട് ലിപ് ബാം ഇടേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ലിപ് ബാം ഇടാൻ. നല്ല നല്ല രസമായിരിക്കും നമ്മളെ ലിപ്പൊക്കെ കാണാൻ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും നമ്മളെ ലിപ്പ് കുളിച്ചതിന് ശേഷമൊക്കെ ഇടാൻ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതല്ല, എപ്പോഴായാലും പോവും, എന്നാലും കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എന്ത് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പോയി വീണ്ടും ഇങ്ങനെ ഇരുന്നപ്പം നല്ല ബോറടിക്കുന്നു. കാരണം ടൈം പോകുന്നില്ല. ആൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മൂകത. അപ്പം വിചാരിച്ചു ആളെ ഒന്ന് വിളിക്കാം, അപ്പോൾ മൂടൊക്കെ നോക്കിയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ നോക്കിയപ്പോൾ ആൾ ഓൺലൈനിലുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്ത് ഷടപടാന്ന് വിളിച്ച്, എൻ്റെ പൊന്നി എന്ത് പറയാം, സമയം പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. കുറേ നേരം എന്തു പറയും, കാണാതിരുന്നിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു. ആളിന്ന് പോയതേ ഉള്ളൂ, പക്ഷെ എന്തോ വൈകിട്ടായപ്പോൾ കാട്ടയ്ക്കൊരു മിസ്സിങ് ആയിരുന്നു. എന്തു പറയും, നമ്മളോടെ ഡെയിലി വൈകിട്ടൊക്കെ പുറത്ത് പോകണതൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ലൊരു മിസ്സിങ് ആയിരുന്നു ഫീലിംഗ്. പിന്നെ വിചാരിച്ച് കുറേ നേരം ഇനി കളിക്കാം, സംസാരിച്ചൊക്കെ ഇരിക്കുമൊക്കെ. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് ആളങ്ങ് പോയി. ആൾ പോയതിൻ്റെ സങ്കടമായിരുന്നു നാളുടെ കുഞ്ഞിന്. കാരണം ആളും വൈകിട്ട് ആയപ്പോൾ ഒക്കെ പുറത്ത് നോക്കി ഇരുട്ടായതല്ലേ, അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് പപ്പ വരുമോ ഇല്ലയെന്ന്. പിന്നെ കുറേ നേരം അമ്മയുടെ പഴങ്കഥയൊക്കെ കേട്ടിരുന്ന് സമയമൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്, ടാറ്റാ.